പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ ചില സഭാ അധ്യക്ഷന്മാരെ സമ്മർദ്ദത്തിലാക്കിയാണ് സഭാ തർക്കത്തിൽ പാത്രിയാർക്കീസ് ബാവ സമവായ നീക്കം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ചില സഭാ അധ്യക്ഷന്മാരെ ഒപ്പം നിർത്തിയാണ് പുതിയ നീക്കം. ഓർത്തഡോക്സ് സഭയെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പുറത്താക്കിയതായി ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ സംയുക്ത യോഗം ചേർന്നു എന്ന വാദവും തെറ്റാണ്. അതേസമയം നാളെ ചേരുന്ന ഓർത്തഡോക്സ് സഭയുടെ സ്നേഹദോസ് യോഗം പുതിയ സാഹചര്യം വിലയിരുത്തും. സഭാ നേതൃത്വത്തിനെതിരെ രംഗത്തു വന്ന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ അപ്രേ മെത്രാപ്പൊലീത്തയ്ക്കെതിരെ നടപടിയും ഉണ്ടായേക്കും. ഈ ഒന്നായിരിക്കുന്ന മലങ്കര സഭയെ രണ്ടാക്കി കിട്ടുമോ എന്നന്വേഷിച്ച് നിരവധി സമ്മർദ്ദങ്ങൾ മലങ്കര സഭയുടെ മേൽ വന്നിട്ടുണ്ട്. ആ സമ്മർദ്ദങ്ങളെയൊക്കെ ഈ സഭ ഒന്നാണ് എന്ന ഉറച്ച കാഴ്ചപ്പാടോടുകൂടി മലങ്കര സഭയുടെ ജനനദി ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സത്യവിരുദ്ധമായ ഈ വാർത്തകളെയും ഞങ്ങൾ കാണുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്നത് ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി അതൊരു വേദശാസ്ത്ര ശാഖയാണ്. കൽക്കദൂൻ സുനഹദോസിൻ്റെ AD 451 കൽക്കദൂനിയ സുനഹദോസിനോട് യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഒരു വേദശാസ്ത്ര ശാഖയാണ് ഓറിയന്റൽ ഓർത്തഡോക്സി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് തുടക്കകാലം മുതൽ 1964 മുതലാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കൂടിവരവുകൾ സജീവമാകുന്നത്. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സഭാ തർക്കം അത് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ മുറുകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സമവായ നീക്കമൊക്കെ പാളുന്നു അല്ലേ? അതാണോ ഈ പാത്രിയാർക്കീസ് ബാവയ്ക്കൊക്കെ വിമർശനത്തിലേക്ക് വഴിവെച്ചത്? എന്ത് മനസ്സിലാക്കണം നമ്മൾ? ഭവ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഫലത്തിൽ പാത്രിയാർക്കീസ് ബാവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്ന ആരോപണമാണ് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഉന്നയിക്കുന്നത്. രണ്ട് വിവരങ്ങളാണ് പ്രചരിച്ചത്. ഒന്ന്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഈ ഓർത്തഡോക്സ് സഭയെ, കേരളത്തിലെ ഓർത്തഡോക്സ് സഭയെ, ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി എന്നതാണ് ഒരു വാർത്ത. രണ്ടാമത്തത്, ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഈ സമവായ ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നത്. ഈ രണ്ട് കാര്യവും അവർ നിഷേധിക്കുകയാണ്. ഒന്ന്, പുറത്താക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു സംയുക്ത വേദിയുണ്ട്. ഫലത്തിൽ ആ സംയുക്ത വേദി അല്ല ഈ സമവായ ശ്രമങ്ങൾ നടത്തിയത്. പാത്രിയാർക്കീസ് ബാവയും മിഡിൽ ഈസ്റ്റിലെ ചില സഭകളുടെ അധ്യക്ഷന്മാരും മാത്രമാണ്. പ്രധാനപ്പെട്ട പല സഭകളും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇത് ഫലത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി, സമ്മർദ്ദ നീക്കമായി കാണുന്നു. സഭയെ വിഘടിപ്പിക്കാനുള്ള ശ്രമമായി ഒക്കെയാണ് ഓർത്തഡോക്സ് സഭ കാണുന്നത്. എന്തായാലും ഇതിനൊക്കെ പിന്നാലെ നാളെ ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് യോഗം ചേരുകയാണ്. അതായത് മെത്രാപ്പൊലീത്തമാരുടെ എല്ലാം യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഈ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഫലത്തിൽ പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ പറയുന്നു എന്ന് പറയുമ്പോൾ ഫലത്തിൽ അത് യാക്കോബായ സഭയ്ക്കെതിരായ ഒരു നീക്കം കൂടിയായി ഫലത്തിൽ കാണേണ്ടി വരികയാണ്. സമവായ ശ്രമങ്ങൾ ഒരുപക്ഷെ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ മുൻപ് നടത്തിയതും പരാജയപ്പെട്ടിരുന്നു. പക്ഷെ പല ശ്രമങ്ങളും ഉണ്ടാകുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെയാണ് പലപ്പോഴും സഭാവിശ്വാസികൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ നീക്കവും ഫലത്തിൽ അടിമുടി പാളിയിരിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദ ശക്തിയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ശ്രമങ്ങൾ കൂടി പരാജയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചകൾ ഫലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആകെത്തുക. മാത്രവുമല്ല, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അടിയന്തര സുന്നഹദോസ് ചേരുന്നത് അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ. ഫലത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെയുള്ളതാണ്. ഫലത്തിൽ യാക്കോബായ സഭയ്ക്ക് ആയുധമാകുന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് നീക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരും. എന്തായാലും ഓർത്തഡോക്സ് യാക്കോബായ സമവായ നീക്കങ്ങൾ ഫലത്തിൽ ഒന്നുകൂടി പാളുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ്യ, ശരി. നദി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.